ശരീരത്തെ ബോഡിയെ മൈൻഡിനെ എല്ലാം ബാലൻസ് ചെയ്ത് നിർത്തും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റാൻഡ് സ്ട്രൈറ്റ്, നേരെ നട്ടിൽ നിവർന്ന് നേരെ നിൽക്കുക. നേരെ നമ്മൾ നോട്ടം നേരെ ആയിരിക്കണം, ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം. വീണ്ടും ആദ്യം നമ്മൾ ഒരു കാലെടുത്ത് നമുക്ക് വെക്കാമെന്ന് ശ്രമിക്കുക. നോക്കാം. ഈ ഏറ്റവും മാക്സിമം ഈ എല്ലിൽ തന്നെ കാലം കൊണ്ടുവരണം. റെഡി? ഇത് വെച്ചു. ഈ കാല് വെച്ചതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ബോഡി ഒന്ന് ബാലൻസ് ആക്കി നിർത്തുമോ എന്ന് നോക്കുക. ഈ കാല് വെക്കുന്ന ഇത് മുന്നോട്ടാവരുത്, ഇങ്ങനെ ചിലരുടെ കാലിരിക്കും, അങ്ങനെ ആവരുത്, ഇങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഈ വെക്കുന്ന ഷോൾഡറിൻ്റെ ലെവലിലായിരിക്കണം ഈ കാല് നിൽക്കേണ്ടത്. ബാലൻസ് ആയി നമ്മൾ വീഴത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കൈകൾ ബ്രീത്തിങ് ശ്വാസം എടുത്തുകൊണ്ട് വശങ്ങളിലൂടെ ഉയർത്തി കൈകൾ ചെവിയോട് ചേർത്ത് തൊഴുത് നിൽക്കാം. നോട്ടം നേരെ ദൂരെ ഒരു പോയിന്റില്ല. റെഡി? നല്ല പുഞ്ചിരിയോടെ നിൽക്കാം. ആദ്യം നീ ചെയ്യുന്ന ഒരു 5 പ്രാവശ്യം എണ്ണുന്നിടം വരെ ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. പിന്നെ നിൽക്കാൻ പറ്റുന്നവർക്ക് വീണ്ടും നിൽക്കാം. അതിനുശേഷം കൈകൾ വശങ്ങളിലൂടെ തന്നെ താത്തിടുക. ദെൻ കാല് പഴയ പൊസിഷനിൽ കൊണ്ടുവെക്കുക. റിലാക്സ് ചെയ്യാൻ അടുത്ത കാലം നമുക്ക് ചെയ്യണം. ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്യാൻ പാടില്ല, അടുത്ത കാലം ചെയ്യാം. അടുത്ത കാലം ഇതേ രീതിയിൽ തന്നെ നമ്മൾ കാല് കൊണ്ടുവരുന്നു, ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടി. റെഡി? മാക്സിമം മേളിൽ വെക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ എടുക്കുക. റെഡി? ഈ കാലും മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല, ഈ ലെവലിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഷോൾഡർ ലെവൽ, ബോഡി സ്ട്രൈറ്റ്, വശങ്ങളിലൂടെ ബ്രീത്തിങ്. 1 2 3 4 5. ദെൻ സ്ലോലി റിലാക്സ്. കാലുകൾ താത്തിടുന്നു. ഇതാണ് വൃക്ഷാസനം എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് റിലാക്സ് ചെയ്യുക. നോർമൽ പൊസിഷനിൽ ശ്വാസം എടുത്തിടാം. അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ എന്തെടുക്കുക, ആദ്യമുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഫുൾ മേളിൽ കാല് വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ ഇങ്ങനെ നമുക്ക് ഇവിടെ വെച്ചിട്ട്, ഇവിടെ വെച്ചാലും കാല് ഇങ്ങനെ വെക്കരുത്, തയ്യാറെ താഴോട്ടിരിക്കണം. ഈ രീതി ഇവിടെ വെച്ചിട്ട് മുട്ടിൻ്റെ അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് പഠിച്ച് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ തെറ്റാണ്, ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ഇങ്ങനെ പറ്റത്തുള്ളൂ, ഇങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ ബോഡി ബാലൻസ് ആയതിനു ശേഷം മാത്രം ശ്രമിക്കുക മേളോട്ട് കൊണ്ടുവരാൻ. ഇപ്പം ആദ്യം എല്ലാവർക്കും പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ നിന്ന് പഠിക്കുക. നിന്ന് പഠിച്ചതിന് ശേഷം ചെയ്യാൻ ശീലിക്കുക. ഏറ്റവും നല്ല ആസനയാണ് വൃക്ഷാസനം. ഈ കാലും ഇങ്ങനെ തന്നെ വെച്ച് പഠിക്കുക. ഇതൊന്നും പറ്റാത്ത പ്രായമുള്ളവർക്ക് എന്തെടുക്കാം, നമുക്കൊരു ഭിത്തി എന്തെങ്കിലും കാണും, ഇങ്ങനെ ചാരി നിൽക്കുക. ചാരി നിന്നതിന് ശേഷം ബോഡി ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഏതെങ്കിലും ഒരു കാലെടുത്ത് വെക്കുക. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിൽക്കാമെന്ന് ഉറപ്പായതിനു ശേഷം ഈ സ്റ്റാൻഡ് അങ്ങ് മാറ്റുന്നു, മുന്നോട്ട് നീങ്ങും. ഓക്കെ, താങ്ക് യു.